ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. എത്ര കുട്ടികളായതിനു ശേഷം പ്രസവം നിർത്താം, അല്ലെങ്കിൽ എത്ര കുട്ടികളാവാവൂ എന്നുണ്ടോ എന്നൊക്കെയുള്ള ചില ആൾക്കാരുടെ ഡൗട്ടുണ്ട്. അതൊക്കെ വെറും എന്താണ് പറയുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതായത് എത്ര കുട്ടികൾ വേണം, ഒരു കുട്ടിയും മതി, അല്ലെങ്കിൽ 2 കുട്ടികൾ വേണം, അല്ലെങ്കിൽ 3 കുട്ടികൾ, 4 കുട്ടികൾ, അതൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടതില്ല. അത് അവരുടെ അതായിട്ടുള്ള, അതായത് ഹസ്ബൻഡ് അമ്മയാവാനും അച്ഛനാവാനും പോകുന്ന ആൾക്കാരുടെ ഡിസിഷൻ തന്നെ ആയിരിക്കണം. ചിലർക്ക് ഒരു കുട്ടി മതിയായിരിക്കും, ചിലപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ നോക്കാൻ ഉള്ള ബുദ്ധിമുട്ട്, അതായത് ജോലിയുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ സഹായിക്കാൻ കാണാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു കുട്ടി മതി എന്നുള്ളതായിരിക്കാം. മറ്റു ചിലർക്ക് 2 കുട്ടികൾ വേണം, ഒരുപാട് കുട്ടികൾ വേണം. ഇപ്പോൾ ഫാമിലിയിൽ കുട്ടികളൊക്കെ കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരുപാട് കുട്ടികൾ, സിബ്ലിങ്സൊക്കെ വേണമെന്നായിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പം മറ്റു ചിലർക്ക് ഒരുപാട് കുട്ടികളെ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ വേണം എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ മറ്റ് ഒരു ഭാഗക്കാർക്ക് ഒരു കുട്ടി മതി എന്നുള്ളതായിരിക്കാം. അങ്ങനെയുള്ള ചിന്തകളും എല്ലാവർക്കും ഉള്ളതാണ്, മിക്ക ആൾക്കാർക്കും ഉള്ളതാണ്. ഓരോരുത്തരുടെയും ഇത് മാറി മാറി വരുന്നതാണ്. അപ്പോൾ അതിലൊന്നും ഇത്രയും കുട്ടികളാവുമോ എന്നുള്ള ഒരു പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, എത്ര കുട്ടികൾ വേണം എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള ഡിസിഷനാണ്. അപ്പോൾ അത് വേറെ ആരെയും നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. കാരണം നിങ്ങളാണ് കുട്ടികളെ വളർത്തേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു കുട്ടി മതി എന്നുള്ളവർ, അതായത് അവരുടേതായിട്ടുള്ള ഒരു കറക്റ്റ് ഡിസിഷൻ എടുത്തു, ഇനി പ്രസവം നിർത്താമോ എന്നുള്ളത് പലരുടെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെടുക്കുന്ന തീരുമാനം ഉറച്ചതാണെങ്കിൽ പ്രസവം നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഉറച്ച തീരുമാനമായിരിക്കണം. പിന്നീടുള്ളത് 2 കുട്ടികളാവുന്നു. അതേപോലെ തന്നെയാണ് എത്ര കുട്ടികൾ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്, അതത്രയും കഴിഞ്ഞിട്ട് പ്രസവം നിർത്തുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, തെറ്റുമില്ല. അത് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നമുക്ക് എത്ര കുട്ടികൾ വേണം എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് എത്ര കുട്ടികൾ വേണം എന്നുള്ളത് നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷനാണ്. ഇത്രയും കുട്ടികളാവാവൂ, അത് ഉടനെ പ്രസവം നിർത്താം, അങ്ങനെ ഒന്നുമല്ല, നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.